ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഈസ്റ്റ് റൂട്ടിലുള്ള മെഴുക് പ്രതിമ മ്യൂസിയം കാണാനായി പോയി. അവിടെ പോയി 100 രൂപ ടിക്കറ്റാണ്. അത് കയറി ഒത്തിരി നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖരായ ആൾക്കാരെയും, ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ പ്രമുഖരായ ആൾക്കാരൊക്കെ നമുക്കവിടെ കാണുവാൻ ഇടയായി. ജീവൻ തുടിക്കുന്നത് പോലെ, ജീവനുള്ളതുപോലെ തന്നെയാണ് അവിടുത്തെ ഓരോ പ്രതിമകളും കാണാനിടയായത്. എല്ലാവരും നല്ല സന്തോഷമായി. ഈ ഒരു പ്രതിമയാണ് നമ്മൾ ആദ്യം ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്നത്. ഇന്ദിരാഗാന്ധി. രാജീവ് ഗാന്ധി. പിന്നെ മണിക്കൂറോളം ചെലവഴിക്കേണ്ട അതായിട്ടൊന്നും അതിനകത്തില്ല. എന്നാലും ഉള്ളത് വിരലിൽ എണ്ണേണ്ടതായിരുന്നാലും ഉള്ളത് നല്ല സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ, മഹാരാജാവിൻ്റെ ഒരു സ്റ്റാച്ചു. രക്ഷയില്ല, നിങ്ങൾ പോയി കാണണം കേട്ടോ. ഇവിടെ അടുത്ത് നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് നമ്മൾ ബാല തിയേറ്ററിന് നേരെ ഓപ്പോസിറ്റുള്ള റോഡ് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അവിടെ വലത് സൈഡിലാണ്. എല്ലാവരും പോയി കാണണം. എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇതാണ് എനിക്ക് ഒത്തിരി അവിടെ ഇഷ്ടപ്പെട്ടത്, നമ്മുടെ മഹാരാജാവിൻ്റെ ഗാംഭീര്യം. പിന്നെ ഒത്തിരി രാഷ്ട്രീയപരമായും സ്പോർട്സ് പരമായും ഒക്കെയുള്ള ഒത്തിരി സ്റ്റാച്ച് അതിനകത്ത് കാണാം. എന്തായിരുന്നാലും ആരും ഇത് മിസ് ചെയ്യരുത്, പോയി കാണണം എല്ലാവരും. 100 രൂപയേ ഉള്ളൂ. വീണ്ടും പറയുന്നു, മണിക്കൂറുകളോളം അതിനകത്ത് ചിലവഴിക്കാൻ വേണ്ടിയുള്ള ഒന്നുമില്ല. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കണ്ട് തീരും, അത്രയേ ഉള്ളൂ. പക്ഷേ ഉള്ളതെല്ലാം നല്ല സാധനങ്ങളാണ്. വിരാട് കോഹ്ലി, ഇന്നസെൻ്റ്, ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും, പക്ഷേ അതിൽ തൊടാൻ സമ്മതിക്കത്തില്ല. അവിടെ നമ്മളെ കൂടെ ആൾക്കാരുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ അവിടെ അതിൽ സ്റ്റാച്യൂവിൽ തൊടാനോ ഒന്നും പറ്റുന്നില്ല. മറഡോണ ബോളം പിടിച്ചോണ്ടാ നിൽക്കുന്നത്. സൽമാൻ ഖാൻ, ജയൻ, വെങ്കടേഷ്, മമ്മൂക്ക, മോഹൻലാൽ. ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ രാജകൻ്റെ ഒരു ഇരിപ്പുണ്ട്. ലാലേട്ടൻ. ഇതിൽ കാണും പോലെ അല്ല കേട്ടോ, നേരിട്ട് അത്
അതായത് നേരിട്ട് കാണുമ്പോൾ ഒരു രക്ഷയാണ്, സൂപ്പറാണ്. ഇത് സ്ട്രെയിറ്റ് വാതിലിന് നേരെ ഫ്രണ്ടിലിരിക്കുന്നതാണ് മോഹൻലാലിൻ്റെ. പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ കറക്റ്റ് ലാലേട്ടൻ ഇരിക്കും പോലെ തോന്നുന്നത്. ലാലേട്ടൻ മുണ്ടെടുക്കാൻ ലാലേട്ടനെ പോയിട്ടേ ഉള്ളു അറിയാമോ. നമ്മുടെ സഖാവ് സുരാജിൻ്റെ എൻ്റെ സഖാവിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. സഖാവിൻ്റെ കൂടെ എന്നൊരു ഫോട്ടോ എടുത്തു. അബ്ദുൽ കലാം സാർ, ഇതിനെയാണെന്ന് നമുക്ക് തോന്നുന്നു. വീണ്ടും ബെറ്റർ അടുത്ത് വെച്ച് അത് ഒറിജിനലായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്കെ, അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും പോയി കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.